വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. സ്കൂൾ ഉച്ചഭക്ഷണ വിതരണം നിർത്തിവെക്കുമെന്ന് അധ്യാപക സംഘടന. സർക്കാർ നൽകേണ്ട കുടിശ്ശികയായ 152 കോടി രൂപ ഉടൻ കിട്ടിയില്ലെങ്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണം നിർത്തിവെക്കുമെന്ന് അധ്യാപക സംഘടന അറിയിച്ചു. 17-നകം തുക നൽകിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി ഉച്ചഭക്ഷണ വിതരണത്തിൽ നിന്ന് പിന്മാറുമെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കത്തു നൽകി. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർവാൺ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ നടപ്പാക്കി വരുന്നത്. ഉച്ചഭക്ഷണ വിതരണത്തിന് വേണ്ടിവരുന്ന തുകയിൽ കേന്ദ്ര സർക്കാർ 60%, സംസ്ഥാനം 40%മാണ് നൽകുന്നത്. 2016 അധിക പോഷകാഹാരവുമായി പാൽ, മുട്ട എന്നിവ ചേർത്ത് പദ്ധതി വിപുലമാക്കിയിരുന്നു. അപകടങ്ങൾ തടയാൻ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകാനൊരുങ്ങി KSRTC. അപകടങ്ങൾ തടയാൻ KSRTC ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ തീരുമാനമായി. നിലവിലുള്ള ഡ്രൈവർമാരിൽ നിന്ന് മാസ്റ്റർ ട്രെയിനർമാരെ കണ്ടെത്താനാണ് വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം. തുടർന്ന് പരിശീലനത്തിന് ട്രെയിനർമാരെ കണ്ടെത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സർവീസ് കാലയളവിൽ അപകടങ്ങൾ ഉണ്ടാക്കാത്തവരായിരിക്കണം ട്രെയിനർമാരെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇതുകൂടാതെ ഇന്ധനക്ഷമത ഉറപ്പാക്കി ഡ്രൈവിംഗ് നടത്തിയവരാകണമെന്നും വിരമിക്കാൻ ഇനി 3 വർഷമെങ്കിലും ഉണ്ടായിരിക്കണമെന്നും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയുന്നവരായിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഇന്ത്യയിൽ ശസ്ത്രക്രിയ അണുബാധ നിരക്ക് ഉയർന്ന തോതിൽ. ഇന്ത്യയിലെ ആശുപത്രികളിലെ ശസ്ത്രക്രിയ അണുബാധ നിരക്ക് പല ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിലേതിനേക്കാൾ കൂടുതലാണെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നിർണായക പഠനം പറയുന്നു. 3 പ്രധാന ആശുപത്രികളിൽ നിന്നായി 3090 രോഗികളെ ഉൾപ്പെടുത്തിയാണ് ICMR പഠനം നടത്തിയത്. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അണുബാധകളിൽ ഏറ്റവും വ്യാപകമായ ഒന്നാണ് ശസ്ത്രക്രിയ അണുബാധ. എല്ലുകൾ പൊട്ടിയാലും മറ്റും അകത്ത് കമ്പിയും സ്ക്രൂവും പോലെയുള്ളവ നിക്ഷേപിച്ചുകൊണ്ടുള്ള ഓപ്പൺ റിഡക്ഷൻ ഇന്റേണൽ ഫിക്സേഷൻ സർജറി, അകത്തും പുറത്തുമായി ഇവ ഉറപ്പിച്ചുകൊണ്ടുള്ള ക്ലോസ്ഡ് റിഡക്ഷൻ ഇന്റേണൽ ഫിക്സേഷൻ സർജറി എന്നിവയിലൂടെയുള്ള അണുബാധ നിരക്ക് 54.2% ഇവർ കണ്ടെത്തി. യുവതിയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൈനാഗപ്പള്ളി സ്വദേശി ശ്യാമയാണ് കൊല്ലപ്പെട്ടത്. വീടിനുള്ളിൽ വീണുകിടന്ന ശ്യാമയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെന്നായിരുന്നു ഭർത്താവ് രാജീവിന്റെ മൊഴി. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. തുടർന്ന് ശ്യാമയെ കഴുത്തിനെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം രാജീവിനെ അറസ്റ്റ് ചെയ്തു. തലയിടിച്ചു വീണാണ് ശ്യാമ മരണപ്പെട്ടത് എന്നായിരുന്നു രാജീവിന്റെ പ്രതികരണം. മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് നേരത്തെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവർക്ക് 1 ലക്ഷം നേടാം. 4 കുട്ടികൾക്ക് ജന്മം നൽകിയാൽ 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് മധ്യപ്രദേശിലെ ബ്രാഹ്മണരുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ ബോർഡായ പരശുറാം കല്യാൺ ബോർഡ് പ്രസിഡന്റായ പണ്ഡിറ്റ് വിഷ്ണു രജോരിയാണ് ഇക്കാര്യം അറിയിച്ചത്. യുവാക്കൾ 1 കുട്ടിക്ക് മാത്രം ജന്മം നൽകുന്നതോടെ നിർത്തുകയാണെന്നും ഇത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെന്നും കുറഞ്ഞത് 4 കുട്ടികളെങ്കിലും വേണമെന്നും അതിനായി 1 ലക്ഷം രൂപ നൽകണമെന്നുമാണ് തീരുമാനം. ഇതുകൂടാതെ ബോർഡിന്റെ പ്രസിഡന്റ് ഞാനാണെങ്കിലും അല്ലെങ്കിലും ഈ പാരിതോഷികം നൽകുമെന്നും വിഷ്ണു രജോരി പറഞ്ഞു. റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നു. ഈ മാസം 27 മുതൽ സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് സമരം ചെയ്യാൻ ഒരുങ്ങുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കടകൾ അടച്ചിട്ട് സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. PV അൻവറിന്റെ നിലനിൽപ്പ് പോയോ? പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേരിൽ അഴിമതി ആരോപണം നടത്താൻ താൻ ആവശ്യപ്പെട്ടെന്ന മുൻ MLA PV അൻവറിന്റെ ആരോപണം പച്ചക്കള്ളമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പറഞ്ഞു. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും അൻവറിന്റെ അടിസ്ഥാനരഹിതവും ദുരുദ്ദേശത്തോടു കൂടിയതുമായ ആരോപണത്തിന് നേരെ നടപടി സ്വീകരിക്കുമെന്നും പുതിയ രാഷ്ട്രീയ അഭയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് അൻവർ അവതരിപ്പിച്ചതെന്നും ശശി പ്രതികരിച്ചു. ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ തീരുമാനം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ സർക്കാർ തീരുമാനമായി. ഇവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകും. ഇതുമായി ബന്ധപ്പെട്ട് 2 സമിതികൾക്ക് രൂപം നൽകുകയും ചെയ്തു.
ദുരന്തത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ നൽകിയ പരാതി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സ്വീകരിച്ച് വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, അതാത് പോലീസ് സ്റ്റേഷനുകളിലെ SHO എന്നിവരടങ്ങുന്ന സമിതി പരിശോധിച്ച് പട്ടിക തയ്യാറാക്കി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറും. ഇത് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായ ശുപാർശയോടെ സംസ്ഥാനതല സമിതിക്ക് കൈമാറണമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. അമ്മയിൽ നിന്നും തന്റെ സ്ഥാനം രാജിവെച്ച് ഉണ്ണി മുകുന്ദൻ. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ട്രഷറർ സ്ഥാനം രാജിവെച്ച് നടൻ ഉണ്ണി മുകുന്ദൻ. ഉണ്ണി തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഏറെ ആലോചനകൾക്ക് ശേഷമാണ് താൻ ഈ തീരുമാനമെടുക്കുന്നത്. അമ്മ ട്രഷറർ സ്ഥാനം തന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശകരമായ അനുഭവമായിരുന്നുവെന്നും എന്നാൽ മറ്റു തിരക്കുകൾ വർദ്ധിക്കുന്നതിനാൽ ഏറെ ഹൃദയഭാരത്തോടെ താൻ സ്ഥാനം ഒഴിയുകയാണെന്നും ഉണ്ണി മുകുന്ദൻ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക്. ദ്വയാർത്ഥ പരാമർശത്തിലൂടെ തുടർച്ചയായി അവഹേളിച്ചു എന്ന് കാട്ടി നടി ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മറ്റുള്ളവരെ കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് കോടതി പറഞ്ഞു. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല. കറുത്തത്, തടിച്ചത്, മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. 50,000 രൂപയുടെ ബോണ്ടിലും തത്തുല്യ ആൾ ജാമ്യത്തിലുമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണവുമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. നമ്മുടെ കുടൽ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിൽ നല്ലതും ചീത്തയുമായ ബാക്ടീരിയകളുണ്ട്. വയറിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിനായ സൂക്ഷ്മ ബാക്ടീരിയകൾ ദഹന സംവിധാനത്തെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കുന്നു. വയറിനകത്ത് കാണപ്പെടുന്ന നല്ല ഇനം ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിരവധി ഭക്ഷണങ്ങളുണ്ട്. തൈര് കഴിക്കുന്നത് കുടലിൽ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. ഫൈബർ, ഫോളേറ്റ്, വിറ്റാമിനുകൾ അടങ്ങിയ ഇലക്കറികൾ കഴിക്കുന്നതും കുടലിൽ നല്ല ബാക്ടീരിയകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഫൈബറും മറ്റു വിറ്റാമിനുകളും അടങ്ങിയ ബദാം കഴിക്കുന്നത് കുടലിലെ സൂക്ഷ്മ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്നു. പ്രോബയോട്ടിക്കിനാൽ സമ്പന്നമാണ് ബട്ടർ മിൽക്ക്. അതിനാൽ ബട്ടർ മിൽക്ക് കഴിക്കുന്നതും ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.